ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. വിഷു ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ? അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും പാൽപ്പായസം അല്ല കേട്ടോ, അമ്പലപ്പുഴ പാൽപ്പായസം ഇല്ലേ, അത് അമ്പലപ്പുഴ പാൽപ്പായസം തന്നെ ഞാൻ പറയില്ല. അത് നമുക്ക് അമ്പലപ്പുഴയിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ആ ഒരു തനതായ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പരമാവധി ട്രൈ ചെയ്യാം നമുക്ക്. എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ കറക്റ്റാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാൽപ്പായസം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്തെടുത്ത പാലാണ് 1 ലിറ്റർ പാല്. പിന്നെ 100 ഗ്രാം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ്. അതുപോലെ 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിക്ക് ഒരു നുള്ള് ഉപ്പ്, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടത്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടാണ് നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം പോലുള്ള അടിപൊളി ആ ഒരു കളറിലും ടേസ്റ്റിലൊക്കെയുള്ള പായസം റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹമുണ്ട്. അത് അതുപോലെ ആർക്ക് റെഡിയാക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഏകദേശം അതിനോടടുക്കുന്ന രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അലൂമിനിയത്തിൻ്റെ കുക്കർ തന്നെ എടുക്കണം കേട്ടോ, സ്റ്റീലൊന്നും എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. അതുപോലെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് ഒരു ക്രീം കളർ ഷെയ്ഡൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ക്രിസ്റ്റലായിട്ടൊക്കെ വരണം കേട്ടോ. ആ ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇങ്ങനെ വറുത്തിട്ട് നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ ആയിട്ട് വരുന്നത് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ സ്റ്റീലിൻ്റെ കുക്കറൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ വേറൊരു കട്ടിയുള്ള അലൂമിനിയം പാത്രത്തിലൊക്കെ വറുത്തിട്ട് വേണം കുക്കർ യൂസ് ചെയ്യാൻ കേട്ടോ. അതിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ സ്റ്റീലൊക്കെ എടുത്താലേ ഇത് ഇങ്ങനെ പൊങ്ങിപ്പോവും, ഇങ്ങനെ വറുത്തെടുക്കാൻ കഴിയില്ല. അതാണ്. ഇതാ കളറൊക്കെ മാറിയിട്ട് ഈ ഒരു ക്രീം കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം പാല്. നമ്മൾ തിളപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടി വരും. ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം ഇങ്ങനെ ഒരു ഉറച്ച പോലെ ഉണ്ടാവും, അത് ഇങ്ങനെ ശരിയായി വരും. മിക്സായി വരുമ്പോൾ ശരിയായിക്കോളും കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ കട്ടിയുള്ളതൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യണ്ട. ഇതിലേക്ക് ഇനി വേറൊന്നും ഇട്ട് കൊടുക്കാൻ ഒന്നുമില്ല. നമുക്ക് കുക്കർ വിസിലൊക്കെ വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഒറ്റ വിസിലേ വേണ്ടുള്ളൂ കേട്ടോ. ഒറ്റ വിസിലിന് നമ്മുടെ ഈ പായസം റെഡിയാവും. പിന്നെ അഥവാ ഒരു വിസിലിന് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് ആ ഒരു പരുവം വന്നില്ലെങ്കിൽ മാത്രം വീണ്ടും ഒരു വിസിലിന് വേണ്ടി വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ഇതാ ഞാൻ ഒരു വിസിൽ വന്നപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വിസിൽ കളയൊന്നും ചെയ്യാതെ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. ഒന്നും അനക്കണ്ട കേട്ടോ. തനിയെ ഇത് തണുത്ത് വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. കൈകൊണ്ട് ഇതിങ്ങനെ എടുത്ത് പോക്കണ്ട കേട്ടോ. വിസിൽ തനിയെ ഇത് തണുത്ത് വരട്ടെ. വിസിലൊക്കെ പോയിട്ട് വന്നതിന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് കാണാം കേട്ടോ. വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കാം. ഇതാക്കണ്ടോ, ഈ ഒരു കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടില്ലേ,
കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം പിന്നെയും വിസിലിന് വെച്ചാൽ മതി കേട്ടോ. ഒരു വിസിലും കൂടെ വെച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. കണ്ടോ. ഇനി ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ടേസ്റ്റൊക്കെ ഒരു നല്ല ബാലൻസ് ആയിട്ട് വരിക. ഒരു നുള്ള് ഉപ്പ് കേട്ടോ. പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം പോലുള്ളൊരു പായസം റെഡി ആയിട്ടുണ്ട്. അതേ ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിനി ഇതിൻ്റെ അകത്ത് ഏലക്കായ് പൊടിയോ കശുവണ്ടി പരിപ്പോ മുന്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അമ്പലപ്പുഴ പായസം പോലെയില്ലേ നമ്മൾ റെഡിയാക്കുന്നത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. ഏലക്കായുടെ പൊടിയൊക്കെ ചേർത്താൽ നമുക്കിനി ഈ രീതിയിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതിനി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ചിലൊക്കെ വന്നിട്ടില്ലേ, നല്ലൊരു ജനാലയുടെ വെളിച്ചടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഒരു പിങ്കിഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അമ്പലപ്പുഴ പായസമൊക്കെ കുടിക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അവിടുത്തെ പായസം എന്ന് വെച്ചാൽ ഒത്തിരി നേരം ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണെന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വളരെ എളുപ്പത്തിൽ ഏകദേശം ആ ഒരു രീതിക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തു കേട്ടോ. നമുക്ക് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനെ ഒരു പാൽപ്പായസമൊക്കെ നമുക്ക് ഈ വിഷുവിന് റെഡിയാക്കി എടുക്കണം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അമ്പലപ്പുഴ പായസം പോലെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് തുളസി ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴല്ലേ അതൊരു കംപ്ലീറ്റ് ആവത്തുള്ളൂ. തുളസി ഇലയും കൂടി വരുമ്പോൾ ഇതാ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം പോലുള്ളൊരു പാൽപ്പായസം കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.